ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ജാതി അധിക്ഷേപത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ശശി തരൂരിനെതിരെ പാർട്ടിയിലും മുന്നണിയിലും അമർഷം ശക്തമാകുന്നു. തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. തരൂരിനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന കെ സുധാകരനെതിരെയും പ്രതിഷേധം ഉയരുന്നു. ലേഖനം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയെന്നും ശശി തരൂർ തിരുത്തണമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. അതേസമയം CPM CPI നേതാക്കളിൽ നിന്നും തരൂരിന് പിന്തുണ പ്രവഹിക്കുകയാണ്. അത് സക്സസ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞു. സക്സസ് ആയിരുന്നെങ്കിൽ ഇന്നലെ രണ്ടാം ഘട്ടം ഇന്ത്യക്കാരെ കൊണ്ടുവന്നപ്പോൾ കൈവിലങ്ങിനോ കാൽച്ചങ്ങലയ്ക്കോ വല്ല മാറ്റം ഉണ്ടായോ? അതവർ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ AK ബാലൻ പറഞ്ഞ് ഞങ്ങൾ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം സന്ദീപ് വാര്യരെ കുറിച്ച് അദ്ദേഹം BJP നടത്തിയപ്പോൾ പറഞ്ഞ പ്രസ്താവനയും പിറ്റേന്ന് അധികം നിലപാട് മാറ്റിയതും സ്വന്തം പാർട്ടിക്കാരുടെ എന്ന് ശാസനം ഏറ്റുവാങ്ങിച്ചതും ബാലനാണ്. അതുകൊണ്ട് ബാലൻ പറയുന്നതിന് ഞങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. പ്രജിത്ത് ചേർന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, തരൂരിനെതിരെ പാർട്ടിയിലും സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും അമർഷം വല്ലാതെ ഉയരുകയാണ്. മൃദു സമീപനം സ്വീകരിക്കുന്നതിനെതിരെ സുധാകരനെതിരെയും അമർഷമുണ്ട്. അതേസമയം മറുവശത്താവട്ടെ മുഖപ്രസംഗങ്ങളിലൂടെ പോലും CPM-ഉം CPI-യും തരൂരിനെ പിന്തുണയ്ക്കുന്നതുമുണ്ട്. നിലവിലെ അവസ്ഥ എന്താണ്? തരൂരിൻ്റെ പരാമർശങ്ങൾ വല്ലാത്തൊരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ശശി തരൂർ സർക്കാരിനെ പ്രകീർത്തിച്ച് ഇത്തരമൊരു ലേഖനം എഴുതുന്നു. തൊട്ടു പിന്നാലെ അതിനെ വീണ്ടും അദ്ദേഹം വിമർശനങ്ങൾ ഉയർന്നിട്ട് പോലും അദ്ദേഹം ന്യായീകരിച്ച് നിലപാട് സ്വീകരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ വിമർശനം ഉയർത്തുമ്പോഴും അതിൽ നിന്നും പിന്നോട്ട് പോകാൻ തരൂർ തയ്യാറായിട്ടില്ല. തരൂർ താൻ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റെന്തെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെയും UDF നേതാക്കളെയും ഒക്കെ ഇംഗ്ലീഷ് അറിയില്ലെന്നൊരു പരിഹാസമൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതേസമയം CPM-ഉം CPI-യും എല്ലാം വളരെ വലിയ പിന്തുണ നൽകിക്കൊണ്ട് ആവർത്തിച്ച് തരൂർ പറഞ്ഞതെല്ലാം ശരിയാണ്. കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളുമായി CPM-ഉം വരുന്നു, ഇടത് സംഘടനകളും വരുന്നു. അങ്ങനെ ഒരു വലിയ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം തന്നെ കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം തരൂരിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടിയും സംസ്ഥാന കോൺഗ്രസിലെ പല നേതാക്കളും ഹൈക്കമാൻഡിലെ പലരെയും ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ KC വേണുഗോപാൽ പോലെയുള്ള നേതാക്കൾക്ക് ഈ ശശി തരൂരിന്റെ പ്രസ്താവനയുള്ള അതൃപ്തി പരസ്യമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ നടപടി സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ ശശി തരൂരിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തതിൽ വലിയ അമർഷം കോൺഗ്രസിന്റെ താഴെ തട്ട് മുതൽക്ക് തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം തരൂർ വോട്ട് വാങ്ങി ജയിച്ചത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ വിയർപ്പൊഴുക്കിയിട്ടാണ്. അതോടൊപ്പം തന്നെ എന്നിട്ട് കൂടി ഇത്രയും വലിയ വിജയം നേടിക്കൊടുത്തിട്ട് കൂടി തരൂർ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമുണ്ട് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സംസ്ഥാന നേതൃത്വം, KPCC നേതൃത്വം തരൂരിനെതിരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാത്തതിലാണ് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കും അമർഷമുള്ളത്. കാരണം സർക്കാരിന് പ്രതിപക്ഷത്തെ അടിക്കാൻ നല്ലൊരു വടി കൊണ്ട് കൊടുത്തിട്ട് അതിനൊരു കൃത്യമായൊരു വിമർശനം പോലും, അല്ലെങ്കിൽ തരൂരിനുണ്ടായത് വീഴ്ചയാണെന്ന് തുറന്നു പറയാൻ പോലും KPCC അധ്യക്ഷൻ തയ്യാറാകാത്ത സാഹചര്യം ഇത് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് K മുരളീധരൻ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് കടന്നത്. തരൂരിനുണ്ടായത് വീഴ്ചയാണ്, ആ വീഴ്ച തിരുത്താൻ തരൂർ തയ്യാറാവണം, വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടും തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്. അങ്ങനെ തരൂരിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ വരുന്നു. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ തരൂരിനോട് കാണിക്കുന്ന മൃദു സമീപനത്തിനെതിരെയും വലിയ പ്രതിഷേധം വരുന്നു. അതേസമയം മറുവശത്ത് വീണ് കിട്ടിയ അവസരം വലിയ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയാണ് CPM-ഉം CPI-യും ഒക്കെ. ഇന്ന് മുഖപത്രങ്ങളിൽ പോലും തരൂരിന്റെ ലേഖനങ്ങളെ, അല്ലെങ്കിൽ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ അനുകൂലിച്ച് പുകഴ്ത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് കേരള വിരുദ്ധമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളുമായൊക്കെയാണ് CPI-യും CPM-ഉം എല്ലാം രംഗത്ത് വന്നത്. അതോടൊപ്പം തന്നെ നേതാക്കളും ഇന്ന് ആവർത്തിച്ച തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായി. MP ഗോവിന്ദനാണെങ്കിലും ശരി, LDF കൺവീനർ ആണെങ്കിലും ശരി, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ആവർത്തിക്കുകയാണ് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ സൈബർ ആക്രമണം അദ്ദേഹത്തിനെതിരെ നടക്കുന്നു എന്നൊക്കെയുള്ള ആശങ്കപ്പെടലുകൾ പോലും ഇന്ന് CPM നേതാക്കളുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ
ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന കോൺഗ്രസിലെ പല നേതാക്കളും പറയുന്നത്. ഈ വിഷയങ്ങളിൽ ഈ സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ പുകഴ്ത്തുന്ന ഒരു സമീപനം തരൂർ സ്വീകരിച്ചതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇത് തരൂരിനെ നേരിട്ട് ഹൈക്കമാൻഡ് അറിയിക്കും. അതിനുശേഷം നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഉറപ്പില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന സമിതിയിൽ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള തരൂരിനെതിരെ ഒരു സംഘടനാ നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ തരൂരിന് ഈ അതൃപ്തി ഇത്തരം ഒരു പരാമർശം നടത്തുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും എല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ച ഒരു സാഹചര്യത്തിൽ ആ അതൃപ്തി കൃത്യമായി ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് ശശി തരൂരിനെ അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇല്ല എങ്കിൽ കൂടുതൽ പൊട്ടിത്തെറികൾക്കുള്ള സാധ്യതയുണ്ട്. കാരണം സെമി കേഡർ സംവിധാനമൊക്കെയാണെന്ന് പറഞ്ഞിരുന്ന കെ സുധാകരൻ പോലും ശശി തരൂരിന് മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ സംഘടനാവിരുദ്ധ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു വിഷയം. സെമി കേഡർ ചട്ടങ്ങൾ അത് ശശി തരൂരിന് ബാധകമല്ലേ എന്നുള്ള ചോദ്യങ്ങൾ പോലും പല നേതാക്കളും ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വലിയ പൊട്ടിത്തെറികളിലേക്കോ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വം ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരസ്യമായ ഒരു താക്കീത് ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ശശി തരൂരിന്റെ കാര്യങ്ങളിൽ അതൃപ്തി അറിയിക്കും. അതിനൊപ്പം തന്നെയാണ് ലീഗ് പോലെയുള്ള ഘടകകക്ഷികളുടെ അതൃപ്തിയും കോൺഗ്രസിന് ഈ വിഷയത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ മുസ്ലിം ലീഗിന്റെ UDF ഭരണകാലത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയും ഒക്കെ IT മന്ത്രിയും ഒക്കെ ആയിരിക്കുന്ന സമയത്തെ വികസന നേട്ടങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി തന്നെ പ്രസ് മീറ്റ് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ UDFന് ആകെ അടിമുടി ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായി ശശി തരൂർ മാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തരൂർ നിലപാടിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. തരൂർ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ KPCC ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ അപ്പാടെ UDF നേതൃത്വത്തെ അപ്പാടെ പരിഹസിക്കുന്ന പരാമർശമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്നുള്ളൊരു പരാമർശം. അങ്ങനെ ശശി തരൂർ വിട്ടുകൊടുക്കാതെ നിൽക്കുന്നു. കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. ഒപ്പം തന്നെയാണ് CPM ഉം CPI ഉം ഒക്കെ ആവർത്തിച്ച ശശി തരൂരിന് പിന്തുണയും അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു. ശരി പ്രജിത്ത്.